ഇന്ന് നമുക്കൊരു തക്കാളി മുറുക്കുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 തക്കാളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോല് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ തോല് ഇങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് നമ്മൾ അത് കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. അത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് മാവ് കുഴയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ തക്കാളി മുറുക്ക്. അതിൻ്റെ ഒരു പുളി, ഈ തക്കാളിയുടെ ഒരു പുളിയും ചെറുനാരങ്ങയുടെ ഒരു പുളിയും എല്ലാം എരിവും ഒക്കെ കൂടി ഒരു പ്രത്യേക രസമാണ് നമ്മുടെ തക്കാളി മുറുക്ക് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കട്ടൻ ചായക്കാണ് ബെസ്റ്റ് ഇത്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 1 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എള്ള് 1 സ്പൂണ്, 1/2 സ്പൂണ് ജീരകം, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ. ഇതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സേവനാഴിയിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് നൈസ് അരിപ്പൊടി, അതുപോലെ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 1 ഗ്ലാസ് കടലമാവും ഇട്ടതിന് ശേഷം നമ്മൾ ഈ പൊടികളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിന് ശേഷം നമുക്കത് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ആകത്തക്ക വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വെള്ളം പാകമായിന്ന് വരില്ല, നമുക്ക് സ്വല്പം വെള്ളം കൂടിയൊക്കെ ചേർക്കേണ്ടി വരും. ഇപ്പം ഞാൻ അതിൽ ചേർക്കുന്നത് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതെ, ബട്ടറൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇത് നന്നായി ഇത് കുഴച്ചെടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ചെറുനാരങ്ങ നീര്, ഈ തക്കാളിയുടെ പുളി കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല തക്കാളിയാണല്ലോ, അപ്പോൾ അല്ല പഴുത്ത തക്കാളിയാണല്ലോ, അപ്പോൾ ചിലപ്പോൾ മധുരമായിരിക്കും. അപ്പോൾ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയത്തിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, ഒക്കെ ഒട്ടി പിടിച്ചിതാവണ്ട. ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ, കാരണം അത് കേടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിട്ട് അതിൻ്റെ ഉള്ളു വേവാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയെടുക്കാം. ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി, അല്ലെ പെട്ടെന്ന് പുറം ഭാഗം കരിയുകയും ഉള്ളു വേവാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതേപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. കട്ടൻ ചായയും ഇതേപോലെ തക്കാളി മുറുക്കും നല്ല ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കിയത്. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പുളിയും അതുപോലെ തന്നെ ആ എരിവും ഒക്കെ കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. മറ്റേ മുറുക്കിനേക്കാളും രസം എനിക്കിതാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സേവനാഴിയിൽ ഇതിട്ട് കുറേശ്ശെ എടുത്ത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിതിങ്ങനെ പിന്നെ എല്ലാവർക്കും അറിയണതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ തക്കാളി മുറുക്കായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ള മുറുക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.